ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6:25 മുതൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായി കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തിനായി കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കു കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 31 വരെ വിചാരപ്പെടുന്നതിനെതിരെ, അഥവാ പല വിഷയങ്ങളിൽ നാം വിചാരപ്പെടാറുണ്ട്. ചെറുതും വലുതുമായ വിഷയങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ഭാവി ഓർത്ത്, തലമുറകളുടെ ഭാവി ഓർത്ത്, വീടിനെ ഓർത്ത്, ജോലിയെ ഓർത്ത്, ഇങ്ങനെ പല വിഷയങ്ങളിൽ ചിന്തിച്ച് മനം കലങ്ങി വിചാരപ്പെട്ട് നിരാശപ്പെട്ട് സമ്മർദ്ദങ്ങളിലേക്ക് പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ സന്ദേശം. ദൈവം അവിടുത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഈ ലോകത്തിലെ ആഹാരം സംബന്ധിച്ചും വസ്ത്രം സംബന്ധിച്ചുമുള്ള ഉദാഹരണങ്ങളിലൂടെ, ആകാശത്തിലെ പറവകളുടെ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രൂപത്തിൽ കർത്താവ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങളുടെ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കുക, നിങ്ങളുടെ ചുറ്റും കാണുന്ന ജീവചരാചരങ്ങളെ നോക്കുക, ഈ പക്ഷികളെ നോക്കുക. ഇവയൊക്കെ ഞാൻ പോറ്റി പുലർത്തുന്നു. അവ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാറില്ല. എന്നാൽ ബുദ്ധിജീവികളെന്ന് സ്വയം അഭിമാനിക്കുന്ന മർത്യൻ എന്തിനൊക്കെയോ വേണ്ടി അനുനിമിഷം വിചാരപ്പെടുകയാണ്, ഭാരപ്പെടുകയാണ്. ചിന്തിച്ച് വളരെയധികം സമ്മർദ്ദങ്ങളിൽ അവർ അകപ്പെട്ടു പോവുകയാണ്. ഇതിനെതിരെ കർത്താവ് കൽപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, പ്രബോധിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ അനാവശ്യമായ വിചാരപ്പെടലുകൾ ഇതെല്ലാം ഉപേക്ഷിക്കുക. ഈ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്ന നിസ്സാരമായ പക്ഷികളെ, അഥവാ നാം നിസ്സാരമെന്ന് ചിന്തിക്കുന്ന പക്ഷിപർവ്വജാലങ്ങളെ, അവയൊക്കെ നാം നോക്കിയാൽ അവ വിചാരപ്പെടാതെ, ചിന്തിച്ച് ഭാരപ്പെടാതെ, കളപ്പുരയിൽ കൂട്ടിവയ്ക്കാതെ അവർ എന്ത് സന്തോഷമായി അവയുടെ ജീവിതം നയിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഈ പക്ഷികളിൽ നിന്ന് പഠിച്ചുകൂടാ? അതേ പ്രിയമുള്ളവരെ,
ഈ പക്ഷികൾ നമുക്ക് നൽകുന്ന പാഠം വിചാരപ്പെടാതെ ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ആമേൻ. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like never before, oh my soul, I'll worship Your holy name. The sun comes up, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. 10,000 reasons for my heart to find. Bless the Lord, oh my soul, oh my soul, worship His holy name. Sing like